ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് പുഴയിൽ നിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സമയം 6-6:15 ആയിട്ടുള്ള ആ സമയത്തിൻ്റെ ഹസ്ബൻഡ് മീനും കൊണ്ടുവരുന്നു കേട്ടോ. അവർ വല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഹസ്ബൻഡും ഫ്രണ്ട്സും ഒക്കെ പാടെ കൂടിയിട്ട്. അപ്പോൾ അവർ രാവിലെ തന്നെ പുഴ വയ്ക്കുമ്പോൾ മീൻ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പകുതിച്ചെടുത്തതാണ്. നമുക്കും കിട്ടിട്ടോ കുറച്ച് മീൻ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഏതായാലും അടിപൊളി റെസിപ്പിയായി എന്നിങ്ങനെ ആലോചിച്ചിരിക്കാൻ കേട്ടോ. അങ്ങനെ ഉമ്മച്ചി വന്നിട്ട് പറഞ്ഞു, ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉമ്മച്ചി പറഞ്ഞു നമുക്കിന്ന് ചക്ക ഇട്ടിട്ട് ചക്ക കൂട്ടാനും മീൻ മുളകിട്ടതും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഇന്ന് അങ്ങനെ ആക്കാം. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടോ. പുഴമീനൊക്കെ ഉമ്മച്ചി നന്നാക്കി എടുത്തു. ആ സമയം കൊണ്ട് ഞാൻ ചക്ക അരിഞ്ഞ് തീമൽ വെച്ചിട്ടോ. ഇനിയിപ്പോൾ കുക്കർ വിസിലടിച്ചു, ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കണം. ഇന്ന് നമ്മൾ തേങ്ങ നിരക്കുന്നില്ല കേട്ടോ കൂട്ടാനിലേക്ക്, കാരണം മീൻ മുളകിട്ടതുണ്ടല്ലോ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ അത് റെഡിയായി. ഇനിയിപ്പോൾ ഉമ്മച്ചി മീൻ കറി വെക്കാം കേട്ടോ. സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉമ്മച്ചിയാണ് കേട്ടോ കറി, അതായത് കുക്ക് ചെയ്യൽ ഉമ്മച്ചിയാണ്. ബാക്കിയൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. കാരണം ഇങ്ങനത്തെ മീൻ, അതായത് സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മച്ചിനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുക. അതായത് ഉമ്മച്ചി ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക സ്വാദാണ്. അപ്പോൾ ഉമ്മച്ചി ഇത് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടോ. ഉലുവ പൊട്ടിയ ശേഷം വെച്ച് ഇഞ്ചില്ല വെളുത്തുള്ളി ചുവന്നുള്ളി ചതക്കിയതിട്ടു. പിന്നെ മുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇളക്കിക്കൊണ്ടിരുന്നു. അത് വാടി വന്ന ശേഷം തക്കാളി അരിഞ്ഞതിട്ടു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉമ്മച്ചി എപ്പോഴും കാണലുണ്ട് കേട്ടോ. അതായത് ഏത് ടി വിയിലായാലും ഫോണിലായാലും ഒക്കെ കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടം. ഉമ്മച്ചി കുറേ സമയം കാണലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മച്ചി ഇങ്ങനെ സാവകാശം ഓരോന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഉമ്മച്ചി പറയണതും ഉണ്ട് കേട്ടോ. പക്ഷേ കുട്ടികളെ വോയിസ് കാരണം ഇടയിലൊക്കെ ഇതുണ്ട്, അതുകൊണ്ട് ഞാനത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരിക്കണം. അത് വാടിയ ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇനിയിപ്പോൾ അത് വാടിയ ശേഷം ഉമ്മച്ചി ഇതാ പുളി, അതായത് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുളി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണേ. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഉമ്മച്ചി പറഞ്ഞു, പിന്നെ 1/2 ഗ്ലാസ് കൂടി പറഞ്ഞു. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്തു. കാരണം മീൻ കറിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് ചക്കയിലൊക്കെ നമുക്ക് ഒഴിക്കാൻ മാത്രം വേണമല്ലോ, അപ്പോൾ അത് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തോനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുഴമീൻ എപ്പോൾ കറി വെച്ചാലും അത് വീട്ടിൽ തികയാറില്ല കേട്ടോ. അതായത് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വെച്ചാലും അത് ബാലൻസ് ഉണ്ടാവില്ല. പിന്നെ ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ടു. പിന്നെ അത് തിളച്ചുകൊണ്ടിരുന്നപ്പോൾ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് പുറക്കി വെക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം സാവകാശം ഓരോന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം ഉമ്മച്ചിക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ അതിനെ പറ്റിയൊക്കെ കുറച്ച് ഐഡിയ ഉണ്ട്. ഉമ്മച്ചി ഓരോന്നും ഇങ്ങനെ വെച്ച് ഓരോന്നിലേക്കും വെള്ളമൊക്കെ, അതായത് ആ കറിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് കയറ്റിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ഏകദേശം വേവായപ്പം തീ ഓഫ് ചെയ്തു. ഓഫ് ചെയ്യാൻ സമയത്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തു. അങ്ങനെ കറി റെഡിയായി. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഊണ് അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി രാത്രിയേക്ക് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാകുമ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പുഴമീൻ ഇഷ്ടമാണോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി, നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ സോനക്കുട്ടിയുടെ ഫുഡ് പ്ലേറ്റാണ്. അവൾക്ക് ചക്കക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കനേക്കാളും ഇഷ്ടമാണ് ചക്കക്കൂട്ടാൻ. അപ്പോൾ അവൾക്ക് ചക്കക്കൂട്ടാനും പപ്പടവും മീൻ കറിയും ഒക്കെ കൊടുക്കുകയാണ്. നിങ്ങൾ പുഴമീൻ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.